Sneha Wedding Kendra. Embark on your journey to forever with grace and glamour. At Sneha Wedding Kendra, we're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and grooms-to-be are falling in love with our collection. നിലമ്പൂർ MSP ക്യാമ്പിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നു. ചാലിയാർപുഴയിലെ കുളിക്കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. ക്യാമ്പ് അധികൃതരെ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധം അറിയിച്ചു. നിലമ്പൂർ MSP ക്യാമ്പിന് സുരക്ഷയുടെ ഭാഗമായി ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി. എന്നാൽ ക്യാമ്പിന് പിറകിലുള്ള മതിൽ നിർമ്മാണം ചാലിയാർപുഴയുടെ കുളിക്കടവിലേക്കുള്ള വഴി അടയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇതേ തുടർന്ന് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നിലമ്പൂർ നഗരസഭയിലെ കുളക്കണ്ടം, വരടേമ്പാടം, കല്ലേമ്പാടം ഡിവിഷനുകളിലെ പ്രദേശവാസികളും MSP ക്യാമ്പ് ഓഫീസർ സുൽഫിക്കർ അലിയെ പ്രതിഷേധം അറിയിച്ചു. വർഷങ്ങളായി തങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ MSP ക്യാമ്പിന് പിറകിലുള്ള കടവാണ്. ചുറ്റുമതിൽ യാഥാർത്ഥ്യമായാൽ കുളിക്കടവിലേക്കുള്ള വഴി അടയും. പകൽ സമയങ്ങളിൽ കുളിക്കടവിലേക്ക് വഴി വേണമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. പെണ്ണുങ്ങളാണ് എന്തെങ്കിലും സംഭവിച്ചാലും കൂടി അറിയില്ല. അതേ തന്നെ തന്നാ മതി. ഇത് കൂടെയൊക്കെ തന്നെ വല്ല ആരെങ്കിലും എന്തെങ്കിലും ഇരുന്നാത്താലും പോലും കൂടി നമ്മളറിയില്ല. ഇത് കൂടെ ഈ ക്യാമ്പ് ഉണ്ടാവുകൊണ്ട് സത്യമായിട്ട് ഞങ്ങൾ പേടിയില്ലാതെ പോകണം. ആ പോലീസ് ക്യാമ്പ് അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് അതിനെ പോകും. ജനങ്ങളുടെ ആവശ്യം ക്യാമ്പിന്റെ മേൽനോട്ടമുള്ള SP അറിയിക്കാമെന്നും കുളിക്കടവിലേക്കുള്ള വഴി അടയാതെ ആവശ്യമായ സംവിധാനം ഒരുക്കാമെന്നും ക്യാമ്പ് ഓഫീസർ ഉറപ്പു നൽകി. വന്യമൃഗശല്യം നിലമ്പൂരിൽ വ്യാപകമാക്കുകയും ക്യാമ്പ് ഓഫീസിന് പിൻഭാഗം വനമേഖലയായതിനാലുമാണ് MSP ക്യാമ്പിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത്. ക്യാമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ വരടേമ്പാടം, കുളക്കണ്ടം, കല്ലേമ്പാടം പ്രദേശത്തെ ആളുകൾ, അരുവാക്കോട് ഭാഗത്തെ ആളുകൾ, അത് സ്ത്രീകളും അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ള ആളുകളും അടക്കം കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വഴിയാണ്. ഇപ്പോൾ അടുത്താണ് ഈ പറയുന്ന രീതിയിൽ ഇതിന് ചുറ്റുമതിൽ കെട്ടി പൊക്കാൻ തീരുമാനിച്ചത്. നമ്മളതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക്, ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം. അതിനവർ ഈ ചുറ്റുമതിൽ കെട്ടുന്നതിനല്ല, അവിടെ ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച്, രാത്രിയൊന്നും തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, രാവിലെയും വൈകുന്നേരവും സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം, പോകാനുള്ള സൗകര്യം. കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം ഇപ്പോൾ കുംഭമാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ്. അവിടേക്ക് ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിനോ അലക്കാനോ ഉപയോഗിക്കാനോ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് പുഴയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, നിലമ്പൂർ MSP ക്യാമ്പിൻ്റെ ചുറ്റുപുറം അതിൽ കെട്ടുന്നു എന്നുള്ളൊരു കാര്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ ഒരു കല്ലേമ്പാടം, വരടേമ്പാടം, കുളക്കണ്ടം ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിൻ്റെ കടവിലാണ് കുളിക്കാൻ വരുന്നത്. വേനലായാൽ അവർ നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണിത്. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു, കൂട്ടായി കമാൻഡൻറ്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് കമാൻഡൻറ്റ് പറഞ്ഞത് അവർ SP-നെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോകാനുള്ളൊരു വഴി സഹായിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.